അസ്സലാമു അലൈക്കും. പുതിയ തലമുറയിലെ മിക്ക കുട്ടികൾക്കും പരിചയമില്ലാത്ത ഒന്നാണ് ചക്ക വരട്ടി. ഈ കാണുന്ന ചക്കയുടെ മൂന്നിലൊരു ഭാഗം ഞാൻ ഈ ചക്ക വരട്ടി ഉണ്ടാക്കുന്നതിനായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ചക്കയുടെ ചുള പറിച്ചെടുക്കണം. പിന്നീട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം. വല്ലാതെ അങ്ങ് അരഞ്ഞു പോകണ്ട കേട്ടോ. 400 ഗ്രാം ശർക്കര, 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കിയതാണ് ഞാൻ ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തത്. ഇതിലേക്ക് അല്പം ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കുക. ചക്ക അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അരയാൻ ആവശ്യമായ അത്രയും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇത് അടുപ്പത്ത് വെച്ച് നല്ല പോലെ വറ്റിച്ചെടുക്കണം, സമയമെടുക്കും. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, എന്നാൽ മിക്സിയുടെ ജാറ് നാശാകാത്ത രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കുക. ഞാനിത് തയ്യാറാക്കുന്നത് വിറകടുപ്പിൽ വെച്ചാണ്. കാരണം ഇതിന് സമയമെടുത്ത് സാവധാനം വേണം ഇത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്ലെയിം കൂടി പോവാനും പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ച് വേണം ഇത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ ഉള്ളൂ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള രുചി കിട്ടുകയുള്ളൂ. ഈ സമയം ഇത് പുറത്തേക്കായിട്ട് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കുറച്ച് അകലം പാലിക്കുന്നത് നന്നായിരിക്കും. ചക്ക സുലഭമായി കിട്ടുന്ന ഒരു സമയത്ത് ഇതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ ചിന്തിക്കൂല കേട്ടോ. അതൊക്കെ നമുക്ക് നഷ്ടമാകുമ്പോഴാണ് ചക്ക വരട്ടിനെ കുറിച്ചൊക്കെ ആലോചന വരുന്നത്. ചക്കയെ ഇതുപോലെ വരട്ടി സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അടുത്തൊരു ചക്ക സീസൺ വരുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഇതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ പാലിച്ചേ പറ്റുകയുള്ളൂ. കാരണം ഇല്ലെങ്കിൽ ഇതിൽ പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പോലെ ചക്കയെ വറ്റിച്ചെടുത്ത് അടി പിടിക്കുന്ന ഒരു ഘട്ടം വരുമ്പോൾ ഓരോ ടീസ്പൂണായിട്ട് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യൊഴിച്ച് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 1 മണിക്കൂർ സമയം ഈ ചക്ക വരട്ടുന്ന ഇടത്ത് നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല കേട്ടോ. കാരണം ഈ ചക്ക വരട്ടിയെടുക്കാൻ 1 മണിക്കൂർ സമയം എന്തായാലും എടുക്കും. ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടി പിടിക്കുന്ന ഘട്ടങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഓരോ ടീസ്പൂണായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ടീസ്പൂൺ അല്ല കേട്ടോ, ടേബിൾ സ്പൂണിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ നെയ്യ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടും ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കുക. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഈ ചട്ടുകമുണ്ടല്ലോ, ഈ ചട്ടുകത്തിന്റെ കൂടെ കിടന്ന് തിരിയണം. അതാണ് ഇതിന്റെ പാകം എന്ന് പറയുന്നത്. അങ്ങനെ തിരിയൽ തുടങ്ങിയാൽ പിന്നെ നല്ലപോലെ കത്തിക്കണമെന്നില്ല. പിന്നെ കണലിലാണ് പിന്നെ ഇത് വേവിച്ചെടുക്കുന്നത്. ഏത് രാജ്യത്തും ഇന്ന് ചക്ക കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേങ്കിൽ നമ്മളെ നാട്ടിൽ കിട്ടുന്ന പോലെയല്ല, നല്ല വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ വാങ്ങിക്കഴിക്കൽ വളരെ അപൂർവമായിരിക്കും. അങ്ങനെയുള്ളിടത്ത് നമ്മുടെ മക്കളോ ഭർത്താവോ ആങ്ങളമാര് ജോലി ചെയ്യാണ്, അവർക്കൊക്കെ കൊടുത്തയക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചക്ക വരട്ടിയിട്ട് കൊടുത്തയച്ചാൽ മതി. പക്ഷേങ്കില് ഇതിനൊരു മൂപ്പുണ്ട്. ആ മൂപ്പ് എത്തുന്നത് വരെ വറ്റിച്ചെടുക്കണം, അല്ലെങ്കിൽ വരട്ടിയെടുക്കണം. അതല്ലെങ്കിലാണ് പൂപ്പല് വരുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഈ സമയം മുതൽ വളരെ കുറഞ്ഞ തീ മതി കേട്ടോ. ആ തീയിലിട്ടിട്ടാണ് ഇനി വേവിച്ചെടുക്കേണ്ടത്. ഇതുവരെ നമ്മൾ ഒഴിച്ചു കൊടുത്ത നെയ്യും പുറത്തേക്ക് വന്നിട്ടില്ല. മുഴുവനായിട്ടും ഇതിന്റെ അകത്തേക്ക് വലിച്ചെടുക്കുകയാണ്. ഇനി ഒഴിച്ചു കൊടുത്ത നെയ്യ് പുറത്തേക്ക് വരല് തുടങ്ങും. തന്നെയുമല്ല, നമ്മൾ കയ്യിലിട്ട് ഉരുട്ടിയാൽ ഉരുളുന്ന ഒരു രൂപവും അതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഈ പാകം മതി കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി, ഒരു കുഴപ്പം വരില്ല കുറച്ചു കാലത്തേക്ക്. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈ തിരിയണ രൂപമുണ്ടല്ലോ, ഇത് മാത്രം പോരാ, ഒന്നുകൂടെ നന്നായി ടൈറ്റ് ആവണം. ഞാൻ പറഞ്ഞല്ലോ ഉരുട്ടിയെടുക്കുന്ന പാകം എത്തണം എന്നുള്ളത്. ആ പാകം എത്തിയാലേ ഉള്ളൂ നമ്മൾ വിദേശത്തേക്കൊക്കെ മക്കൾക്ക് കൊടുത്തയക്കാനൊക്കെ പറ്റുകയുള്ളൂ. കാരണം അവർ നമ്മൾ സൂക്ഷിക്കുന്ന അത്രയും തന്നെ അവർക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. അപ്പം അത്രയും ടൈറ്റായി കിട്ടിയാലേ ഉള്ളൂ കുട്ടികൾക്ക് കേടുകൂടാതെ ഇത് കഴിക്കാൻ പറ്റത്തുള്ളൂ. ഈ സമയം ഇത് കണലിലാണ് കേട്ടോ വേവുന്നത്. അപ്പൊ തന്നെ ഇതിന്റെ മണം നല്ല പോലെ പുറത്തേക്ക്, നല്ലൊരു ആകർഷിക്കുന്ന മണമാണ്. ഇത് നല്ല പോലെ തന്നെ പുറത്തേക്ക് ഇങ്ങനെ വരും. ഇതിപ്പോ ഏകദേശം ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ ഒന്നുകൂടെ കത്തിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. ഈ ചട്ടുകത്തിലൊക്കെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ചട്ടുക ഉണ്ടല്ലോ, ഇതിലൊക്കെ ഇത് നല്ലപോലെ പിടിച്ചു തുടങ്ങി. അതൊക്കെ തന്നെയാണ് ഇത് പോയി എന്നുള്ളതിന്റെ ലക്ഷണം. ഇതിന്റെ മണം പുറത്തേക്ക് വന്നിട്ട് കുട്ടികളൊക്കെ ഓരോരുത്തരായിട്ട് വന്ന് ചോദിക്കാൻ തുടങ്ങി, എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ എന്നുള്ളത്. ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ കഴിയണം. അതാണ് ഇതിന്റെ പാകം. ഇനി നമുക്ക് വാങ്ങി വെക്കാം കേട്ടോ.
വാങ്ങി വെച്ചതിന് ശേഷം ഇതിൻ്റെ ചൂട് നല്ല പോലെ ആറിയതിന് ശേഷമാണ് നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കേണ്ടത്. നന്നായി കഴുകി വൃത്തിയാക്കി വെയിൽ കൊള്ളിച്ച് വെള്ളത്തിന്റെ അംശം ഒട്ടുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ഒരു ഗ്ലാസ് ജാറിലേക്കാണ് ഇത് മാറ്റി കൊടുക്കേണ്ടത്. അങ്ങനെയാകുമ്പോഴാണ് ഇത് ഞാൻ പറഞ്ഞ പോലെ വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ കേട്ടോ. ഈ ജാറിലേക്ക് ഇത് മാറ്റുന്ന സമയത്ത് ഒരു ചെറിയ തോതിലെങ്കിലും ചൂടുണ്ട് എങ്കിൽ ഇത് മുഴുവനായിട്ടും ചൂടാറിയതിന് ശേഷം മൂടി വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ഉപ്പൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ